എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വയ്ക്കുന്നു എന്നുള്ള വചനമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് സത്യവും നേരും നിർമ്മലമായ ജീവിത പശ്ചാത്തലങ്ങളുമൊക്കെ ഉള്ളവരാകുന്നു എങ്കിൽ ദൈവം നമ്മെ കൈവിടുകയില്ലെന്നും നമ്മുടെ രക്ഷ ദൈവം നമുക്ക് വേണ്ടി സംഗ്രഹിച്ച് വെച്ചിട്ടുണ്ടെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ നേരോടെ ജീവിതത്തിൽ മുൻപോട്ട് പോയ ആളുകൾക്ക് ഒരു നന്മയും മുടങ്ങിയിട്ടില്ലെന്നും ഇരുട്ടിൽ ദൈവം അവർക്ക് ഒരു വെളിച്ചമായി വന്നിട്ടുണ്ടെന്നും ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. മൊർദെഖായിയെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിനകത്ത് സത്യത്തിന് വില കൊടുത്ത് നേരോടുകൂടി ജീവിപ്പാൻ ഉത്സാഹിച്ചതുകൊണ്ട് ഒരുപാട് വേദനകൾ, സങ്കടങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ദുഷ്ടതയും തിന്മയുമൊക്കെ കൈമുതലാക്കിക്കൊണ്ട് മുൻപോട്ട് പോയതായ ഒരു ഹാമാൻ്റെ ജീവിതത്തിനകത്ത് ഉയർച്ച ലഭിക്കുമ്പോൾ നേരോടും പരമാർത്ഥതയോടും ജീവിക്കുന്ന ഒരു മൊർദെഖായിയുടെ ജീവിതത്തിനകത്ത് കഷ്ടവും സങ്കടവും മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ നേരോടെ ജീവിക്കുന്ന ഭക്തന്മാർക്കു വേണ്ടി ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന രക്ഷ തനിക്കും ലഭിച്ചതായ ഒരു കാലഘട്ടമുണ്ട്. അന്ന് ഹാമാൻ തകർന്നു പോകുവാനും നേരോടെ ജീവിച്ച മൊർദെഖായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായിത്തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മെസൊപ്പൊത്താമ്യയുടെ ഊരിൽ നിന്ന് ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തന്നെ ചതിക്കുവാനും തന്നെ ഉപദ്രവിക്കുവാനും താൻ അധ്വാനിച്ചതൊക്കെ കരസ്ഥമാക്കുവാനും വേണ്ടി തന്നോടുകൂടെ യാത്ര ചെയ്യുന്ന ലോത്തിൻ്റെ തന്ത്രങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ കണ്ട് നേരോടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്ന ഒരബ്രഹാമിനെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ പിന്നത്തെ കാലഘട്ടമെന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെയും ദൈവിക ഉയർച്ചകളുടെയും നന്മകളുടെയും ഒക്കെ കാലഘട്ടമായി മുൻപോട്ട് പോകുവാനുള്ള അവസരമുണ്ടായി എന്നുള്ളതും നമുക്ക് കാണുവാൻ കഴിയുന്നു. ആദിയെങ്കിൽ കയ്പാകിലും അന്ത്യമോ മധുരമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നേരോടും വിശ്വസ്തയോടും സത്യസന്ധതയോടും പരമാർത്ഥതയോടും നാം ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വചനങ്ങൾ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്ധതിയുണ്ടാകും എന്നോർപ്പിക്കുകയാണ്. അവിടെ നേരുള്ളവനെ നാം നോക്കുവാൻ ആവശ്യപ്പെടുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴും പറയുന്നുണ്ട്, നേരുള്ളവർ അവൻ്റെ മുഖം കാണും എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവമാക്കി വച്ചിരിക്കുന്നത് ദൈവസാന്നിധ്യത്തിൽ നിലനിൽപ്പാനാണ്. നേരോടും പരമാർത്ഥതയോടും സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടി നാം ജീവിക്കുവാനായിട്ട് മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ ആ നിലകളിൽ നാം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് അത്യുന്നതനായ ദൈവത്തിൻ്റെ മുഖം കാണുവാനും മറ്റുള്ളവർ നമ്മെ നോക്കി നാം പോകുന്നതായ വഴികളിലൂടെ അവരും യാത്ര ചെയ്യുന്നതിനും അവർക്കും അത്യുന്നതനായ ദൈവത്തിൻ്റെ മുഖം കാണുന്നതിന് അതൊരു ഭാഗ്യകരമായി തീരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടാകും എന്നുള്ളതാണ് ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത്. ആകയാൽ നമ്മുടെ ജീവിതയാത്രയിൽ നേരും സത്യവും പരമാർത്ഥതയുമുള്ളവരായി നമ്മുടെ ജീവിതകാലം മുൻപോട്ട് കഴിക്കാം. അങ്ങനെ നീതിമാനായ ദൈവത്തിന് മുഖം കാണുവാനൊരു ഭാഗ്യം ലഭിക്കപ്പെടേണ്ടതിന് നമുക്ക് ഉത്സാഹത്തോടെ മുൻപോട്ട് ജീവിക്കാം.
അതിനെൻ്റെ കേൾവിക്കാരായ നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ നേരോടെ ജീവിപ്പാൻ ഒരു നന്മയ്ക്ക് മുടക്കമില്ലാതെ ദൈവത്തിൻ്റെ മുഖം കാണത്തക്ക തലത്തിൽ നേരോടുകൂടിയുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.